നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ജീവനാഡിയായ ഒരു മഹാപ്രസ്ഥാനത്തെക്കുറിച്ചാണ്. കേവലം കുറച്ച് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്നതിനപ്പുറം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗത ശൃംഖലകളിലൊന്നിന്റെ അതിവിശാലമായ വ്യാപ്തിയും അതിന്റെ ഉള്ളറകളിലെ പ്രവർത്തന യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ ഭീമമായ കണക്കുകളിലേക്ക് പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് ഒരു റെയിൽവേ? നമ്മൾ നിത്യേന കാണുന്ന ട്രാക്കുകൾക്കും ട്രെയിനുകൾക്കും അപ്പുറം നിയമപരമായി ഇതിനെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചില ധാരണകളെ ഒന്ന് മാറ്റിയെഴുതാൻ പോകുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യമായി റെയിൽവേയുടെ യഥാർത്ഥ നിർവചനം, ശേഷം അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, പിന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചില കണക്കുകൾ, ഒടുവിൽ ഇതിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം. നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യമായി ഈ പ്രസ്ഥാനത്തെ നമുക്കൊന്ന് നിർവചിക്കാം. നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇത് വെറും ട്രാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ. യാത്രക്കാരെയും മൃഗങ്ങളെയും ചരക്കുകളെയുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. ഇതാണ് വളരെ ലളിതമായുള്ള നിർവചനം. പക്ഷെ നിയമപരമായി നോക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം റെയിൽവേയുടെ അധികാരം വെറും ആ ഇരുമ്പു പാളങ്ങളിലോ സ്റ്റേഷനുകളിലോ തീരുന്നില്ല. അവരുടെ വേലിക്കെട്ടുകൾക്കുള്ളിലെ എല്ലാ ഭൂമിയും വിശാലമായ മാനുഫാക്ചറിംഗ് വർക്ക്ഷോപ്പുകളും ഈ അധികാരപരിധിയിൽ വരും. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഉൾനാടൻ ജലാശയങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ഫെറികളും കപ്പലുകളും ബോട്ടുകളും വരെ നിയമപരമായി നിയന്ത്രിക്കുന്നത് റെയിൽവേയാണ്. അതായത് കരയിൽ മാത്രമല്ല, വെള്ളത്തിലും റെയിൽവേക്ക് സ്വന്തമായി അധികാരമുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും സങ്കീർണവും വലുതുമായൊരു സംവിധാനം എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് മാനേജ് ചെയ്യുന്നത്? ഇവിടത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ സാധനങ്ങളും ആളുകളും കൊണ്ടുപോകുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. മറിച്ച് അതേറ്റവും സുരക്ഷിതമായും എന്നാൽ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന കുറഞ്ഞ ചിലവിലും ചെയ്യുക എന്നതാണ്. കേവലം സാമ്പത്തിക ലാഭമുണ്ടാക്കുക എന്നതിനപ്പുറം പൊതുജനങ്ങളുടെയും രാജ്യത്തിന്റെയും താൽപ്പര്യങ്ങൾക്കാണ് ഇവിടെ എപ്പോഴും ഒന്നാം സ്ഥാനം. ഈയൊരു വലിയ ലക്ഷ്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കിനി ചില കണക്കുകളിലേക്ക് കടക്കാം. ഈ ശൃംഖലയുടെ യഥാർത്ഥ വലിപ്പം എത്രത്തോളമുണ്ടെന്ന് ഈ കണക്കുകൾ കൃത്യമായി കാണിച്ചുതരും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം ഇന്ത്യയിലുടനീളം ഓടുന്നത് 21,648 ട്രെയിനുകളാണ്. പാസഞ്ചർ ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളും ഒക്കെ ഉൾപ്പെടെയാണിത്. ദിവസവും ഇത്രയും വലിയൊരു ചലനം ഈ രാജ്യത്തുണ്ടാകുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണല്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ദിവസവും സുഗമമായി നടക്കണമെങ്കിൽ അതിനു പിന്നിൽ എത്ര ആളുകൾ കാണും? 10,000 10,000 ഒന്നുമല്ല, 12.5 ലക്ഷത്തിലധികം. കൃത്യമായി പറഞ്ഞാൽ 12.54 ലക്ഷം ജീവനക്കാരാണ് രാപ്പകൽ ഭേദമില്ലാതെ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഈ മനുഷ്യരുടെ അധ്വാനമാണ് ആ ട്രെയിനുകളെ കൃത്യമായി ഓടിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് ജീവനക്കാരും 10,000കണക്കിന് ട്രെയിനുകളും തമ്മിലുള്ള ഏകോപനം നടക്കുന്നത് രാജ്യത്തുടനീളമുള്ള 7,321 റെയിൽവേ സ്റ്റേഷനുകളിലൂടെയാണ്. ഇത്രയും വലിയൊരു യന്ത്രത്തെ ചലിപ്പിക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേഷനുകളെ വിളിക്കാം. ഇനി ഈ ശൃംഖലയുടെ നീളം നോക്കിയാലോ? മൊത്തം 67,956 കിലോമീറ്റർ റൂട്ടുണ്ടിതിന്. ഇതിൽ നമ്മൾ ശരിക്കും അഭിമാനിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 39,329 കിലോമീറ്ററോളം, അതായത് പകുതിയിലധികം ഭാഗവും ഇതിനകം തന്നെ വൈദ്യുതീകരിച്ചു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെയിൽവേ കൈവരിച്ച വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണിത്. ഇനി അവസാനമായി നമ്മൾ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഇത്രയും ഭീമമായൊരു സംവിധാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ്? രാജ്യത്തിന് മുഴുവൻ കുറഞ്ഞ ചിലവിൽ സേവനം നൽകുന്ന ഈ വലിയ സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് റേഷ്യോ അഥവാ പ്രവർത്തന അനുപാതം 98.36%. ഒറ്റനോട്ടത്തിൽ ഇതൊരു ശതമാനക്കണക്കായി മാത്രം തോന്നാമെങ്കിലും ഇതിനു പിന്നിലൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇതിന്റെ അർത്ഥം ഞാൻ ലളിതമായി പറയാം. റെയിൽവേ 100 രൂപ വരുമാനം നേടണമെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കായി 98 രൂപ 36 പൈസയും ചെലവാക്കേണ്ടി വരുന്നുണ്ട്. അതായത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ഗതാഗതമൊരുക്കുന്നതിനായി റെയിൽവേ എത്രത്തോളം വലിയ സാമ്പത്തിക ഭാരമാണ് ഏറ്റെടുക്കുന്നതെന്ന് ഈ ഒറ്റക്കണക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ലാഭമുണ്ടാക്കുക എന്നതല്ല, മറിച്ച് സേവനം നൽകുക എന്നതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് ഇത് അടിവരയിട്ടുറപ്പിക്കുന്നു.
അപ്പോൾ ഈയൊരു വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് വളരെ കൗതുകകരവും എന്നാൽ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതുമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. റെയിൽവേ അനുദിനം വികസിക്കുകയും കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ കേവലം 1.64% എന്ന ഇത്രയും ചെറിയൊരു ലാഭവിഹിതം വെച്ചുകൊണ്ട് രാഷ്ട്രനിർമ്മാണം എന്ന ഈ മഹത്തായ ലക്ഷ്യം, ഈ മഹാപ്രസ്ഥാനത്തിന് ഭാവിയിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകാനാകും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ? ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ അറിവുകൾ നൽകുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.